നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റുന്ന, വായിച്ച് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു പുസ്തകമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അമ്പിളിമോൾ തിരോധാനം എന്ന ഇന്ദുഗോപൻ്റെ ബുക്ക് പരിചയപ്പെടുത്തിയോ പറഞ്ഞു. അത് വളരെ പെട്ടെന്ന് വായിച്ച് തീരും. അതായത് ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും. ഒരു ബുക്ക് വായിച്ച് തീർത്ത ഒരു സംതൃപ്തി കിട്ടാൻ അത് വളരെയധികം സഹായിക്കും. അല്ലെങ്കിൽ അടുത്ത ബുക്കിലോട്ട് പോകാൻ ഒരു ബുക്ക് നമ്മൾ വായിച്ച് തീർത്തല്ലോ എന്നൊരു സംതൃപ്തി കിട്ടാൻ നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഫൗണ്ടേഷൻ പോലെയാണ്. ഒരുപാട് ക്രൈം ത്രില്ലറുകൾ വായിക്കാനും സിനിമകൾ കാണാനും ഒക്കെ നമ്മളെ മറ്റൊരു തലത്തിൽ ആസ്വദിക്കാൻ സഹായിക്കുന്ന ഒരുപാട് അറിവുകൾ പകർന്നു തരുന്നൊരു ബുക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലാജോ ജോസിൻ്റെ ഹൈഡ്രേഞ്ചിയ എന്ന ഈ പുസ്തകമാണ്. ഇതും ഒരു തുടക്കക്കാർക്ക് വായിച്ച് തുടങ്ങാൻ പറ്റിയ ഒരു പുസ്തകമാണ്. കാരണം ഇതൊരു കഷ്ടി ഒരു 15 മിനിറ്റ് എടുത്തൊരു 10-12 പേജ് വായിക്കുകയാണെങ്കിൽ നമുക്കിത് നമ്മൾ പോലും അറിയാതെ വായിച്ച് തീർന്നു. ഈ പേജ് അത് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ബാക്കി അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ കൂടി വരും. മാത്രമല്ല അത് വളരെ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന ഒരു പുസ്തകമാണ്. ഇനി പുസ്തകത്തിൻ്റെ ആ എഴുത്തുകാരനെ കുറിച്ച് ആദ്യം പറയാം. ശ്രീമാൻ ലാജോ ജോസ്. ഞാൻ പുള്ളിയെ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ഇൻ്റർവ്യൂസൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഈ പുസ്തകത്തിലൊക്കെ ഈ പുസ്തകം അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തൊക്കെ കാണുന്നവരായിട്ട് പറഞ്ഞിരിക്കുന്നത് കോട്ടയം പുഷ്പനാഥ്, ജെയിംസ് പാറ്റേഴ്സൺ, ആർതർ കോനൻ ഡോയൽ ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ GR ഇന്ദുഗോപനെയും പുള്ളി ഒരു ഗുരുസ്ഥാനത്ത് പറയുന്നുണ്ട്. അപ്പോൾ GR ഇന്ദുഗോപൻ ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പം അതിൽ നിന്നൊക്കെ പ്രയോജനം ഉൾക്കൊണ്ടിട്ടുണ്ടാകണം പുള്ളിയും ഒരു ഗംഭീര ക്രൈം ത്രില്ലർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി 2015 ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റീജിയണൽ മാനേജർ സ്ഥാനത്ത് നിന്ന് എഴുതാനുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കാരണം ജോലിയൊക്കെ രാജിവെച്ച് പൂർണ്ണ സമയം എഴുത്തുകാരനായി ഇറങ്ങി പുറപ്പെട്ടൊരു പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകമാണ് ഈ ഹൈഡ്രേഞ്ചിയ. ആദ്യം എഴുതിയ പുസ്തകം കോഫി ഹൗസ് എന്ന പുസ്തകമാണ്. അത് ഇന്ത്യയിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ കോഫി ഹൗസ് വായിച്ചിട്ട് ഹൈഡ്രേഞ്ചിയ വായിക്കുന്നതും നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം ഈ ഹൈഡ്രേഞ്ചിയ എന്ന ഈ കഥയിൽ എസ്തർ ഇമാനുവൽ എന്നൊരു കഥാപാത്രമാണ്. അതിനകത്തൊരു കില്ലറുണ്ട്, ഒരു കൊലപാതകയുണ്ട്, സീരിയൽ കില്ലറുണ്ട്. ആ കൊലപാതകയുടെ പിറകെ പോകുന്നതും കണ്ടുപിടിക്കുന്നതുമൊക്കെ. അതുപോലെ തന്നെ പുള്ളിയുടെ കൂട്ടായിട്ട് ഒരു അലി ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഒരു മറ്റൊരാളൂടി വരുന്നുണ്ട്. അപ്പം ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ കോഫി ഹൗസ് എന്ന പുസ്തകത്തിലാണ്. ഇത് വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വായിച്ചിട്ട് ഈ ഹൈഡ്രേഞ്ചിയ വായിക്കുകയാണെങ്കിൽ ഈ എസ്തർ ഇമാനുവലിൻ്റെ കുറച്ച് ക്വിക്കിയായിട്ടുള്ള കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കോഫി ഹൗസ് നല്ലൊരു ഉഗ്രൻ ത്രില്ലർ തന്നെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഹൈഡ്രേഞ്ചിയാണ് ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത്. നല്ലൊരു വായനാനുഭവവും ഹൈഡ്രേഞ്ചിയ തന്നെയാണ്. അപ്പോൾ ആ 2 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. ഈ എസ്തർ ഇമാനുവലും അലി ഇമ്രാനും കൂടെയാണ് ഈ ഒരു കൊലപാതകയെ കണ്ടുപിടിക്കുന്നത്. ഇനി ആ ഒരു കഥയിലോട്ട് കടക്കുകയാണെങ്കിൽ വളരെ ക്രീപ്പി ആയിട്ടുള്ളൊരു സീരിയൽ കില്ലറാണ്. അതായത് ഒരു പോലീസ് ആസ്ഥാനത്തേക്ക് ഇമെയിലിലൂടെ വീഡിയോകൾ അയച്ചു കൊടുക്കും. സാധാരണ സ്ത്രീകൾ അവർ വീട്ടിൽ എന്താണോ നിൽക്കുന്നത്, വീട്ടിൽ TV കാണുന്നു, പാചകം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ആരോ ഒളിഞ്ഞു നിന്ന് ഒരു വീഡിയോ എടുത്തതുപോലെ ആ വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ പോലീസിന് അയച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം തൻ്റെ ഇരകളെ കശാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ക്രീപ്പിയാണ്. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളാരെങ്കിലും നോക്കുന്നുണ്ടോ, നമ്മുടെ വീഡിയോ ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ള തോന്നൽ എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം ഇതിന് 1-2 ഒന്നുമില്ല, ഒരു 7 കൊലപാതകങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മോഡസ് ഓപ്പറാൻഡി വളരെ വളരെ ക്രീപ്പിയാണ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ കില്ലർ
പുള്ളി ഈ ഈ ക്രൈം സീൻ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരു പിങ്ക് ഹൈഡ്രേഞ്ചിയ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും മെഴുകുതിരികൾ വെക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ഒരു ക്രൈം സീൻ അങ്ങനെ അതിനൊക്കെ വളരെ ഗംഭീരമായിട്ട് എഴുത്തുകാരൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ആ ക്രൈം സീനിൽ നിന്ന് കാണുന്നത് പോലൊരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു സീരിയൽ കില്ലർ നമ്മൾ ഈ പ്രത്യേകിച്ച് ക്രൈം ത്രില്ലറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ വളരെയധികം നമ്മളെ ആകർഷിക്കാനുണ്ട്. ഇപ്പം സൈലൻസ് ഓഫ് ദ ലാംബ് സിനിമയിൽ ആന്റോണി ഹോപ്കിൻസിൻ്റെ ഒരു എസ്കേപ്പ് സീനുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു കൊന്നിട്ടാണ് പുള്ളി ആ ഒരു തടവിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് വന്നതിന് ശേഷം. അപ്പോൾ അവിടെ ഒരു ക്രൂസിഫൈ വെച്ചതുപോലെ അവിടുത്തെ ഒരാളെ പുള്ളി അവിടെ ഇങ്ങനെ കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈം ഇപ്പോൾ അഞ്ചാം പാതിരയിലൊക്കെ ഉള്ളതുപോലുള്ള ഈ പുള്ളിയുടെ സിഗ്നേച്ചർ എലമെൻറ്റ്സ് ആ ഡെഡ് ബോഡിയിൽ ലീവ് ചെയ്യുന്ന പോലത്തൊരു ക്രൈം സീനാണ് ഈ ഹൈഡ്രേഞ്ചിലെ കൊലപാതകയും ആവർത്തിക്കുന്നത്. ഇപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തെ, ഈ ലാജോ ജോസിനെ മനസ്സിലാക്കാൻ മറ്റൊരു എളുപ്പ വഴി ഇപ്പം ഈയിടെ ഇറങ്ങിയ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയായ ബൊഗെയിൻ വില്ല, അമൽ നീരദിൻ്റെ സിനിമ. ആ സിനിമ എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നോവലായ റൂത്തിൻ്റെ ലോകം എന്നൊരു സിനിമയിൽ നിന്നാണ്, വരുന്നൊരു ബുക്കിൽ നിന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബാക്കി ബുക്കുകൾ എൻ്റെ ഇരിപ്പുണ്ട്. റെസ്റ്റ് ഇൻ പീസ്, റൂത്തിൻ്റെ ലോകം, അതുപോലെ തന്നെ ഓറഞ്ച് തോട്ടത്തിലെ അതിഥിയും ഒരു നല്ലൊരു ഗംഭീര ത്രില്ലറാണ്. റെസ്റ്റ് ഇൻ പീസ് കുഴപ്പമില്ല, ഇതും ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു ബൊഗെയിൻ വില്ല എന്ന കഥ, റൂത്തിൻ്റെ ലോകം എന്നൊരു, അതും നല്ലൊരു വായനാനുഭവം. അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ പുള്ളി പതുക്കെ പേരെടുത്ത് വരുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ്. അപ്പോൾ ഈ ഹൈഡ്രേഞ്ചിയ വായിച്ച് തുടങ്ങുകയാണെങ്കിൽ അഡിക്റ്റീവായിട്ട് നമ്മൾ വായിച്ചു പോകും. ഞാനിത് 1-2 പേരിൽ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. വായന ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന 1-2 പേർക്ക് ഈ ബുക്ക് എൻ്റെ കയ്യിലുള്ള കോപ്പി ഞാൻ കൊടുത്തിട്ട് അവരത് മുഴുവൻ വായിച്ച് തീർത്തോ എന്ന് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ച് തീർത്തു. അവരെല്ലാവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊരു 3 ദിവസം കൊണ്ടൊക്കെ അവർ തീർക്കുകയാണ്. കാരണം അവർക്കത് പൂർണ്ണമായിട്ടും അത് വായിച്ച് തീർക്കാണ്ട് അവർക്കൊരു മനസ്സമാനം കിട്ടത്തില്ല, ഇതെന്താണ് സംഭവിക്കുന്നത്, അതിനൊരു ക്ലോഷർ വേണമല്ലോ. അപ്പോൾ ഈ ബുക്കിൻ്റെ സൈസ് പ്രശ്നമല്ല, നല്ലൊരു പേജ് ടേണർ, ആദ്യത്തെ ഒരു 4-5 പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തറയിൽ വെക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. ഒരു സിനിമ കണ്ടാൽ തന്നെ നമുക്ക് ആ സിനിമയുടെ അവസാനം അറിയാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കാണാറില്ലേ, അതുപോലെ തന്നെ നമ്മളിരുന്ന് വായിക്കും. ഒരു വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗംഭീര വായനാനുഭവം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കില്ലർ, നേരത്തെ പറഞ്ഞ പോലെ കില്ലറിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സ്റ്റോക്കിംഗ് നേച്ചറും ക്രൈം സീൻ അലങ്കരിക്കുന്നത്, അതുപോലെ തന്നെ പുള്ളിയുടെ മോട്ടീവും, അതായത് പുള്ളിയുടെ എന്തുകൊണ്ട് പുള്ളി അതിങ്ങനെ ചെയ്യുന്നു, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അതുപോലെ തന്നെ ഇരകളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഓർഡർ, ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ല, എന്നാൽ തന്നെയും ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതെല്ലാം വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ മികച്ചൊരു വായനാനുഭവം എനിക്ക് തന്നൊരു പുസ്തകമായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് വായന നിർത്തുകയൊക്കെ ചെയ്തു, കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഈ ബുക്ക് വായിക്കാൻ കൊടുത്ത് വൈഫും ഇടയ്ക്ക് വായിച്ചിട്ട് പേടിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു, പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകം വായിക്കുക വഴി നമുക്ക് പേടി തോന്നുക എന്നൊരു അനുഭവം നമുക്കത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗംഭീര പുസ്തകമായിരിക്കും. അതുപോലെ തന്നെ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വായനയിലോട്ടൊരു ഇഷ്ടം തോന്നിക്കാനും ഇതൊരു ഗംഭീര ബുക്കായിരിക്കും. അത്ര ഒരു ക്ലാസിക്കോ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പേജ് ടേണറാണ്, നമ്മൾ കൃത്യമായിട്ടത് വായിച്ച് തീർത്തിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഈ പുസ്തകം ഒന്ന് വായിക്കാൻ. നല്ലൊരു തുടക്കമായിരിക്കും വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.